എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നന്ദി ആദ്യമായി അവസാനമായി രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും കൗൺസിലറായി നാളെ ഞാൻ പൊന്നാനി നഗരസഭ പരിസരത്ത് വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കലാശക്കൊണ്ടുണ്ടായ ദിവസം നമുക്ക് ഓർമ്മയില്ലേ? അന്ന് ഞാനിവിടെ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. 13-ാം തീയതി ഈ ചുവന്ന റോഡിന്റെ മണ്ണിൽ ഒരു പതാക പാറുന്നുണ്ട് എങ്കിൽ ആ പതാകയുടെ നിറം ചുവപ്പായിരിക്കുമെന്ന് അന്നത്തെ മനുഷ്യരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അതിതാ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഒരു തർക്കവും വേണ്ട. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ തച്ചു തകർക്കാൻ ഇവിടെ ഇതുവരെ ജനിച്ച ഒരു മനുഷ്യനുമായിട്ടില്ല. ഇനിയൊക്കെ തുറക്കാനും പോകുന്നില്ല. ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പായപ്പോ ചില ആളുകളൊക്കെ വന്ന് എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു. പള്ളിയിൽ പോകില്ല, അമ്പലത്തിൽ പോകില്ല, അങ്ങനെ ഞങ്ങളെ നട്ടാൽ കുറക്കാത്ത നുണകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ തെരഞ്ഞെടുപ്പായപ്പോ മാത്രമേ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉന്നാൽ മുടിയാതെ തമ്പി ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരോട് ഇതാ 100 വീണ്ടും പറയുന്നു. ഞാൻ ജയിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. ഒരു UDF-നും സാധിക്കില്ല, ഒരു വലതുപക്ഷത്തിനും സാധിക്കില്ല. ഇത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടിക്കുന്നതിനു വേണ്ടി നിരവധിയായ മനുഷ്യന്മാർ പണിയെടുത്ത് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. കമ്മൂക്കയെ പോലുള്ള മനുഷ്യർ, കണ്ടാക്ക് മൊയ്തീൻ ബാവക്കയെ പോലുള്ള മനുഷ്യർ, PP-യെ പോലുള്ള മനുഷ്യർ, മൊയ്തീൻ ബാവക്കയെ പോലുള്ള മനുഷ്യർ ഞങ്ങൾക്ക് തന്ന കൊടിയുണ്ടല്ലോ. ഞങ്ങളെ ജീവൻ പോയാലും ചങ്കിലെ ചോര കൊടുത്ത് ഈ നാട്ടിൽ ഈ ചെമ്പടി പ്രസ്ഥാനത്തെ സംരക്ഷിക്കും. അങ്ങനെ നിങ്ങൾ സംരക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പൊന്നാനി നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് CPIM-ന്റെ ഏരിയ സെക്രട്ടറി ഇവിടെ നിന്ന് പ്രസംഗിച്ചതാണ്. അന്ന് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തതാണ്. പൊന്നാനി നഗരസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് നമ്മൾ ജയിക്കുമെന്ന്. നമ്മൾ ജയിച്ചു, നമ്മൾ ജയിച്ചു. അതുകൊണ്ട് തന്നെ ഈ മുറിഞ്ഞടിയുടെ മനുഷ്യരുണ്ടല്ലോ, എന്റെ ചങ്കിലെ ചോര പടിഞ്ഞാലും ഈ നാട്ടിലെ മനുഷ്യരെ അവസാന ശ്വാസം വരെ കാത്തു സൂക്ഷിക്കുമെന്ന് മാത്രം നിങ്ങളോട് സൂചിപ്പിച്ചുകൊണ്ട് ഇത് നമ്മുടെ വിജയാരവമാണ്. മതിമറന്ന് ആഘോഷിക്കാനുള്ള സമയമാണ്. ആ ആഘോഷത്തിന്റെ മുഖത്തിലും നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയമുള്ളവരെ നിങ്ങളോടെല്ലാം ഹൃദയത്തിൽ ചാലിച്ച നന്ദി അറിയിക്കുന്നു. ഞാനും അതുപോലെ തന്നെ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു.